എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനലോഗ് സിഗ്നൽ എന്താ, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽ എന്താന്ന് പഠിച്ചു കഴിഞ്ഞതാണ്. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കണ്ടിന്യൂസ് ഇൻഫർമേഷൻ ആണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസ്ക്രീറ്റ് വാല്യൂ ഉള്ള ഇൻഫർമേഷൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അനലോഗ് സിഗ്നലിന് എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ്. If we have an analog signal such as one created by a microphone or camera, to change an analog signal to digital data, we use two techniques, pulse code modulation and delta modulation. ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു അനലോഗ് സിഗ്നൽ ഉണ്ട് വിചാരിക്കുക. അതായത് ഒരു മൈക്രോഫോണോ അല്ലെങ്കിൽ ക്യാമറയൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു അനലോഗ് സിഗ്നൽ ഉണ്ട് വിചാരിക്കുക. ആ അനലോഗ് സിഗ്നലിന് ഡിജിറ്റൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. പൾസ് കോഡ് മോഡുലേഷൻ, PCM അതുപോലെ തന്നെ ഡെൽറ്റ മോഡുലേഷനും. അപ്പോൾ ഈ രണ്ട് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദി ഡിജിറ്റൽ ഡാറ്റ ആർ ക്രിയേറ്റഡ്, ദെൻ വി കൺവേർട്ട് ദി ഡിജിറ്റൽ ഡാറ്റ ടു എ ഡിജിറ്റൽ സിഗ്നൽ. ഡിജിറ്റൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഡിജിറ്റൽ ഡാറ്റനെ ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഡാറ്റ ആക്കി മാറ്റും. അതായത് പൾസ് കോഡ് മോഡുലേഷൻ വഴി എന്ത് ചെയ്യും, അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഡാറ്റ ആക്കി മാറ്റും. ആ ഡിജിറ്റൽ ഡാറ്റനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. സോ നമുക്ക് ആദ്യം പൾസ് കോഡ് മോഡുലേഷൻ എന്താണെന്ന് നോക്കാം. പൾസ് കോഡ് മോഡുലേഷൻ ഈസ് ദി മോസ്റ്റ് കോമൺ ടെക്നിക് യൂസ്ഡ് ടു ചേഞ്ച് ആൻ അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ ഡാറ്റ. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോസ്റ്റ് കോമൺ ടെക്നിക് ആണെന്ത്, പൾസ് കോഡ് മോഡുലേഷൻ. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് ആണെന്ത്, പൾസ് കോഡ് മോഡുലേഷൻ. അങ്ങനെ ഡിജിറ്റൽ ഡാറ്റ ആക്കുന്ന ആ ഒരു പ്രൊസസ്സാണ് എന്ത് പറയുക, ഡിജിറ്റൈസേഷൻ. ഒരു PCM എൻകോഡർ ബേസ്ഡ് ആണ് എന്ത്, ഈ ഒരു കൺവേർഷൻ ചെയ്യുന്നത്. PCM എൻകോഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, പൾസ് കോഡ് മോഡുലേഷൻ എൻകോഡർ. ആ ഒരു പൾസ് കോഡ് മോഡുലേഷൻ എൻകോഡറിന് 3 പ്രോസസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഒന്നെന്താണ്, അനലോഗ് സിഗ്നലിനെ ആദ്യം ചെയ്യും, സാമ്പിൾ ചെയ്യും. അത് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയും. ദെൻ സാമ്പിൾഡ് സിഗ്നലിനെ കോണ്ടൈസ് ചെയ്യും, അതിന് കോണ്ടൈസേഷൻ എന്ന് പറയും. ദെൻ കോണ്ടൈസർ വാല്യൂനെ എന്ത് ചെയ്യും, എൻകോഡ് ചെയ്യും. അങ്ങനെ 3 പ്രോസസ്സാണ്. അത് ആദ്യം എന്ത് ചെയ്യും, അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യും, അതിന് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയും. ദെൻ ആ സാമ്പിൾഡ് സിഗ്നലിനെ കോണ്ടൈസ് ചെയ്യും, അതിന് കോണ്ടൈസേഷൻ എന്ന് പറയും. ദെൻ കോണ്ടൈസ്ഡ് വാല്യൂ എന്ത് ചെയ്യും, എൻകോഡ് ചെയ്യും, അത് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയും. ഈ ഒരു 3 പ്രോസസ്സ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. ഒരു PCM എൻകോഡർ പെർഫോം ചെയ്യുന്ന 3 പ്രോസസ്സിന്റെയും ഒരു ഓവറോൾ ബ്ലോക്ക് ഡയഗ്രാം ഇനി വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു PCM എൻകോഡർ അല്ലേ, ഇപ്പോൾ ഈ ഒരു PCM എൻകോഡറിന്റെ ഇൻപുട്ട് എന്നതാണ് ഈ ഒരു അനലോഗ് സിഗ്നലാണ്. ഇപ്പോൾ ഒരു PCM എൻകോഡറിന്റെ ഇൻപുട്ട് എന്നതാണ് ഈ ഒരു അനലോഗ് സിഗ്നലാണ്. അപ്പോൾ അനലോഗ് സിഗ്നൽ എന്ത് ചെയ്യും, സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ചെയ്യും. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ചെയ്ത് എന്ത് ചെയ്യും, അതിനൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത്, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിഗ്നൽ. സോ സാമ്പിളിങ്ങിന്റെ ഔട്ട്പുട്ടാണ് എന്ത്, PAM സിഗ്നൽ അല്ലേ, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിഗ്നൽ. സോ സാമ്പിളിംഗ് ചെയ്ത ഈ ഒരു PAM സിഗ്നലിനെ പിന്നെ എന്ത് ചെയ്യും, കോണ്ടൈസ് ചെയ്യും. അപ്പോൾ കോണ്ടൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് വഴിയാണ് എന്ത്, ഈ ഒരു സാമ്പിൾഡ് സിഗ്നലിനെ കോണ്ടൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോണ്ടൈസേഷന്റെ ഔട്ട്പുട്ടാണ് എന്ത്, ഒരു കോണ്ടൈസ്ഡ് സിഗ്നൽ. ഇപ്പോൾ ഒരു കോണ്ടൈസേഷന്റെ ഔട്ട്പുട്ടാണ് എന്ത്, കോണ്ടൈസ്ഡ് സിഗ്നൽ. ഈ ഒരു കോണ്ടൈസ്ഡ് സിഗ്നലിനെ പിന്നെ എന്ത് ചെയ്യും, എൻകോഡ് ചെയ്യും. ആ എൻകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്ട്രീം ഓഫ് ബിറ്റ്സ്, അതായത് ഡിജിറ്റൽ ഡാറ്റയ്ക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, അനലോഗ് സിഗ്നലിനെ PCM എൻകോഡർ സാമ്പിളിംഗ് ചെയ്യും. സാമ്പിൾ ചെയ്തതിന്റെ ഔട്ട്പുട്ടാണ് എന്ത്, ഈ ഒരു PAM സിഗ്നൽ. ദെൻ ഈ ഒരു PAM സിഗ്നലിനെ പിന്നെ എന്ത് ചെയ്യും, കോണ്ടൈസ് ചെയ്യും. കോണ്ടൈസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് വഴി എന്ത് ചെയ്യും, ഇതിനെ കോണ്ടൈസ് ചെയ്യും. ദെൻ അതിന്റെ ഔട്ട്പുട്ടാണ് എന്ത്, ഈ ഒരു കോണ്ടൈസ്ഡ് സിഗ്നൽ. ഈ ഒരു കോണ്ടൈസ്ഡ് സിഗ്നലിനെ പിന്നെ എന്ത് ചെയ്യും, എൻകോഡ് ചെയ്യും. ആ എൻകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിജിറ്റൽ ഡാറ്റയ്ക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് എന്ത്, ഒരു PCM എൻകോഡറിന്റെ ഓവറോൾ വർക്കിംഗ്. ഇനി നമുക്കിതിലെ ഓരോ പ്രോസസ്സും എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പ്രോസസ് ആണ് എന്ത്, സാമ്പിളിംഗ്. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ PCM ഈസ് സാമ്പിളിംഗ്. അപ്പോൾ പൾസ് കോഡ് മോഡുലേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സാമ്പിളിംഗ് ആണ്. ദി അനലോഗ് സിഗ്നൽ ഈസ് സാമ്പിൾഡ് എവറി TS സെക്കൻഡ്, വേർ TS ഇസ് ദി സാമ്പിൾ ഇന്റർവൽ ഓർ പീരീഡ്. അപ്പം ഓരോ സാമ്പിൾ ഇന്റർവെല്ലും അല്ലെങ്കിൽ ഓരോ പീരീഡിലും എന്ത് ചെയ്യും, അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യുന്നുണ്ട്. ഓരോ സാമ്പിൾ ഇന്റർവെല്ലിലും അല്ലെങ്കിൽ ഓരോ പീരീഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യുന്നുണ്ട്. ദി ഇൻവേഴ്സ് ഓഫ് ദി സാമ്പിളിംഗ് ഇന്റർവെൽ ഈസ് കോൾഡ് ദി സാമ്പിളിംഗ് റേറ്റ് ഓർ സാമ്പിളിംഗ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു സാമ്പിളിംഗ് ഇന്റർവെല്ലിന്റെ ഇൻവേഴ്സിനാണ് എന്ത് പറയാ, സാമ്പിളിംഗ് റേറ്റ് അല്ലെങ്കിൽ എന്താണ്, സാമ്പിളിംഗ് ഫ്രീക്വൻസി. അങ്ങനെ 2 ടേം ഉണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പിളിംഗ് ഇന്റർവെല്ലിലെ സാമ്പിളിംഗ് ഇന്റർവെല്ലിന്റെ ഇൻവേഴ്സിന് എന്ത് പറയും, സാമ്പിളിംഗ് റേറ്റ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി.
എഫ് എസ് എന്ന് പറയുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എഫ് എസ് എന്ന് എന്താണ് 1/TS അല്ലേ. ടി എസ് എന്ന് എന്താണ് സാമ്പിളിംഗ് ഇന്റർവൽ അല്ലെങ്കിൽ പീരീഡ്. അപ്പോൾ സാമ്പിളിംഗ് ഇന്റർവൽ അല്ലെങ്കിൽ പീരീഡിന്റെ ഇൻവേഴ്സിനാണ് എന്ത് പറയാ സാമ്പിളിംഗ് റേറ്റ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി. എങ്ങനെ ഡിനോട്ട് ചെയ്യുക എഫ് എസ് ഈക്വൽ ടു 1/TS. There are 3 sampling methods: ഐഡിയൽ, നാച്ചുറൽ ആൻഡ് ഫ്ലാറ്റ് ടോപ്പ്. അപ്പം 3 സാമ്പിളിംഗ് മെത്തേഡുകളാണുള്ളത്. ഐഡിയൽ ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ടോപ്പ് ഉണ്ട്. ഇൻ ഐഡിയൽ സാമ്പിളിംഗ് പൾസസ് ഫ്രോം ദി അനലോഗ് സിഗ്നൽ ആർ സാമ്പിൾഡ്. ഇപ്പൊ ഈ ഒരു ഐഡിയൽ സാമ്പിളിംഗിൽ എന്താ ചെയ്യുന്നത് അനലോഗ് സിഗ്നലിലെ പൾസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സാമ്പിൾ ചെയ്യുന്നുണ്ട്. ഇൻ നാച്ചുറൽ സാമ്പിളിംഗ് എ ഹൈ സ്പീഡ് സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ ഫോർ ഓൺലി ദി സ്മോൾ പീരീഡ് ഓഫ് ടൈം വെൻ ദി സാമ്പിളിംഗ് ഒക്കേഴ്സ്. ഇപ്പം നാച്ചുറൽ സാമ്പിളിംഗിന്റെ കേസിൽ സാമ്പിളിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹൈ സ്പീഡ് സ്വിച്ച് ടേൺ ഓൺ ചെയ്യുന്നുണ്ട്. ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹൈ സ്പീഡ് സ്വിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ടേൺ ഓൺ ചെയ്യുന്നുണ്ട്. ഒരു ഹൈ സ്പീഡ് സ്വിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ടേൺ ഓൺ ചെയ്യുന്നുണ്ട്. The most common sampling method called sample and hold, however, creates flat top samples by using a circuit. അപ്പോൾ ഏറ്റവും മോസ്റ്റ് കോമൺ ആയ സാമ്പിളിംഗ് മെത്തേഡ് ആണെന്ത് സാമ്പിൾ ആൻഡ് ഹോൾഡ്. അതാണെന്ത് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണെന്ത് സാമ്പിൾ ആൻഡ് ഹോൾഡ്. ദെൻ PCM മോഡുലേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആണെന്ത് ക്വാണ്ടൈസേഷൻ. The result of the sampling is a series of pulses with amplitude values between the maximum and minimum amplitude of the signal. സിഗ്നലിന്റെ മിനിമം ആൻഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ഉള്ള എന്താ ഉണ്ടാവുക സീരീസ് ഓഫ് പൾസ് ആണ് എന്ത് ഉണ്ടാവുക സാമ്പിളിംഗിന്റെ റിസൾട്ടിൽ ഉണ്ടാവുക. The set of amplitudes can be infinite with non-integral values between the two limits. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും ഇൻഫൈനൈറ്റ് ആയിരിക്കും. കാരണം എന്താണ് അതിൽ എന്തുണ്ടാവും നോൺ ഇന്റഗ്രൽ വാല്യൂസ് ഉണ്ടാവും അല്ലെ. ആ രണ്ട് ലിമിറ്റിന്റെ ഇടയിൽ എന്തുണ്ടാവും നോൺ ഇന്റഗ്രൽ വാല്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് എന്തായിരിക്കും ആ സെറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് എന്തായിരിക്കും ഇൻഫൈനൈറ്റ് ആയിരിക്കും. These values cannot be used in the encoding process. അപ്പോൾ ആ ഒരു വാല്യൂ എന്തിനു ഉപയോഗിക്കാൻ പറ്റില്ല എൻകോഡിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കാൻ കഴിയില്ല. The following are the steps in quantization. നമുക്ക് എങ്ങനെയാണ് ക്വാണ്ടിസേഷൻ ചെയ്യാൻ നോക്കാം. We assume that the original analog signal has instantaneous amplitudes between Vmin and Vmax. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും നമ്മളുടെ ഒറിജിനൽ അനലോഗ് സിഗ്നലില് മിനിമം ആൻഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. വി ഡിവൈഡ് ദി റേഞ്ച് ഇൻറ്റു എൽ സോൺസ്. ദെൻ നമ്മൾ ആ റേഞ്ചിനെ എന്ത് ചെയ്യും എൽ സോൺസ് ആക്കി ഡിവൈഡ് ചെയ്യും. ഈച്ച് ഓഫ് ഹൈറ്റ് ഡെൽറ്റ. അപ്പോൾ ഓരോന്നിന്റെ ഹൈറ്റ് എന്താണ് ഡെൽറ്റയാണ്. സോ നമുക്ക് ഡെൽറ്റ ഈക്വൽ ടു എന്ത് ഹൈറ്റ് ഈക്വൽ ടു വി മാക്സ് മൈനസ് വി മിൻ ബൈ എൽ. We assign quantized values of 0 to L-1 to the midpoint of each zone. അപ്പോൾ നമ്മൾ ഓരോ സോണിന്റെയും മിഡ് പോയിന്റിൽ 0 to L-1 ക്വാണ്ടിസൈഡ് വാല്യൂ അസൈൻ ചെയ്യും. വി അപ്രോക്സിമേറ്റ് ദി വാല്യൂ ഓഫ് ദി സാമ്പിൾ ആംപ്ലിറ്റ്യൂഡ് ടു ദി ക്വാണ്ടിസൈഡ് വാല്യൂ. ദെൻ എന്ത് ചെയ്യും നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്യും. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ വഴി ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്താ കാണുന്നത് -20 വോൾട്ട് മുതൽ +20 വോൾട്ട് വരെയുള്ള ഒരു സാമ്പിൾഡ് സിഗ്നലിന്റെ കുറച്ച് സാമ്പിൾ ആംപ്ലിറ്റ്യൂഡ്സ് ആണ് കാണുന്നത്. -20 വോൾട്ട് മുതൽ +20 വോൾട്ട് വരെ. ഇവിടെ 8 ലെവൽസ് ഉള്ളത്. അതായത് 0 മുതൽ 7 അല്ലേ. അതായത് ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്, ഇത് 6 ആണ്, 7 ആണ്. സോ നമ്മളുടെ ഹൈറ്റ് അപ്പോൾ എത്ര ആയിരിക്കും ഹൈറ്റ് 5 ആയിരിക്കും അല്ലേ. അതെങ്ങനെ കിട്ടുക അപ്പോൾ ഇവിടെ -20 മുതൽ 0 വരെ എത്രയെങ്കിൽ നമുക്ക് 5 ഉണ്ടെങ്കിൽ എത്തുള്ളൂ അല്ലേ. 5, 10, 15, 20 അല്ലേ. അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാം ഹൈറ്റ് 5 ആണല്ലേ. അതേപോലെ തന്നെ ഇവിടെ 0 to 20 വരെ എത്തണമെങ്കിൽ എന്താണ് 5, 10, 15, 20. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പം 5 ആയിരിക്കും അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ 5 ആണ്. 2D എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും 10 ആയിരിക്കും. 3D പറഞ്ഞാൽ 15 ആയിരിക്കും. 4D പറഞ്ഞാൽ 20 ആയിരിക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നോർമലൈസ്ഡ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വാല്യൂ എഴുതാൻ നോക്കാം. നോർമലൈസ്ഡ് PAM വാല്യൂസ്. ഇത് വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ പൾസ് എടുക്കുക അല്ലേ. ആദ്യത്തെ പൾസ് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഇതാണ് ആദ്യത്തെ പൾസ്. അപ്പോൾ ആദ്യത്തെ പൾസ് എടുക്കുക. അപ്പോൾ എന്താണ് -1.22 കിട്ടുക. എങ്ങനെ കിട്ടിയത് അപ്പോൾ ഇത് എത്രയാണ് 0 ആണ്, ഇത് 1D അല്ലേ, ഇത് 2D, ഇത് 3D അല്ലേ. അപ്പോൾ ഇത് എത്രയാണ് മൈനസ് ആണ് അല്ലേ. അപ്പോൾ -1.22 ആണ് ഏകദേശം. ഇത് നമുക്കൊരു കറക്റ്റ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത് 1.22 ആണ് പൊസിഷൻ വരുന്നത്. അപ്പോൾ -1.22 കിട്ടി. അടുത്ത സാമ്പിൾ ഇവിടെയാണ് വരുന്നത് അല്ലേ. അത് ഏതിൻ്റെ വരുന്നത് അത് പ്ലസിൻ്റെ വരുന്നത് അല്ലേ. പ്ലസിൻ്റെ കേസിലാണ് വരുന്നത്. അപ്പോൾ പ്ലസ് എത്ര വരും ഇവിടെ 1.5 അല്ലേ. ഇത് 1D ആണ് 2D ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഏകദേശം 1.5 ആണ് അല്ലേ. അപ്പോൾ 1.5. ദെൻ അടുത്ത അല്ലേ തേർഡ് സാമ്പിൾ എവിടെയാണ് വരുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 3 ഏകദേശം 4ൻ്റെ ഇടയിലാണ്. ഏകദേശം ഒരു 3.2 അല്ലേ. അതായത് 3.24 ആണ് വരുന്നത്.
അങ്ങനെ ഓരോന്ന് ഇത് 3.94 2.0 അങ്ങനെ ഓരോന്ന് നമുക്ക് നോർമലൈസ്ഡ് PAM വാല്യൂസ് എഴുതാം. ഇനി അതിന് എങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാം? അപ്പോൾ 1.22 ആണെങ്കിൽ നോർമലൈസ് ചെയ്തിട്ട് 1.50 ആക്കും. 1.50 ആണെങ്കിൽ 1.50 തന്നെ, 3.24 ആണെങ്കിൽ 3.50 അങ്ങനെ എന്ത് ചെയ്യും? ഓരോന്നിനും നോർമലൈസ് ചെയ്യും. അപ്പോൾ 3.94 ആണെങ്കിൽ അത് 3.50ലേക്കാണ് നോർമലൈസ് ചെയ്യുന്നത്. 2.20 2.50ലേക്ക്, 1.10 1.5ലേക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യുക? നോർമലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ 1.88 ആണെങ്കിൽ നോർമലൈസ് ചെയ്യുന്നത് 1.50ലേക്കാണ്, 2ലേക്കല്ല 1.50ലേക്കാണ്. ഇനി നമുക്കിതിനെ ഏകദേശം എറർ എത്ര മനസ്സിലാക്കാം അല്ലേ? നോർമലൈസ്ഡ് എറർ അല്ലേ? അവിടെ നോക്കാം, ഈ -1.50 മൈനസ് 1.22 ചെയ്യുമ്പോഴാണ് എന്ത്? -0.38. ഇങ്ങനെയാണ് എന്ത്? നമ്മൾ എറർ കണ്ടുപിടിക്കുക അല്ലേ? 1.50 എന്ന് 1.50 കുറച്ചാൽ 0 ആണ്. അങ്ങനെ ഇവിടെ എറർ ഇല്ല. അങ്ങനെ ഓരോന്നിൻ്റെയും എറർ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് എൻകോഡിങ് പറയുമ്പോൾ പറയാം. എൻകോഡ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ PCM ഈസ് എൻകോഡിങ്. അപ്പോൾ പൾസ് കോഡ് മോഡുലേഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? എൻകോഡിങ്. After each sample is quantized and the number of bits per sample is decided, each sample can be changed to an n-bit code word. ഓരോ സാമ്പിളും ക്വാണ്ടിറ്റൈസ് ചെയ്തതിനു ശേഷവും അതുപോലെ തന്നെ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ ഡിസൈഡ് ചെയ്തതിനു ശേഷവും എന്ത് ചെയ്യും? ഓരോ സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു n-bit കോഡ് വേർഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ സാമ്പിളും ക്വാണ്ടിറ്റൈസ് ചെയ്തതിനു ശേഷവും അതുപോലെ തന്നെ എന്താണ്? നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ ഡിസൈഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ സാമ്പിളിനെയും ഒരു n-bit കോഡ് വേർഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഇൻ ദി above figure the encoded words are as shown in the last row. A quantization of code 2 is encoded as 010, 5 is encoded as 101 and so on. എങ്ങനെയാണ് നമ്മൾ എൻകോഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ ക്വാണ്ടിസേഷൻ കോഡ് എങ്ങനെ കിട്ടുക നോക്കാം. ആദ്യം നമ്മുടെ നോർമലൈസ്ഡ് ക്വാണ്ടിസൈഡ് വാല്യൂ എത്രയാണ്? -1.50 അല്ലേ? ഈ 1.50ന്റെ ക്വാണ്ടിസൈഡ് കോഡ് എങ്ങനെയാണ് കിട്ടാൻ നോക്കാം. നമുക്ക് ലെവൽസ് അല്ലേ? 0 മുതൽ 7 വരെ അങ്ങനെ 8 ലെവൽസ് ഉള്ള ഇത്. അപ്പോൾ അതാണ് കറസ്പോണ്ടിങ്ങിന്റെ ക്വാണ്ടിസേഷൻ കോഡ്. ഇനി നോക്കാം, -1.50 അല്ലേ? അപ്പോൾ 1.50 എന്നാൽ ഏതിലാണ് വരുന്നത്? കറസ്പോണ്ട് ഏതൊരു ഇതിന്റെ ക്വാണ്ടിസേഷൻ കോഡിലാണ് വരുന്നത്? അത് 2ലാണ് വരുന്നത് അല്ലേ? അങ്ങനെ അതിന്റെ ക്വാണ്ടിസേഷൻ കോഡ് 2 കിട്ടും. ദെൻ പ്ലസ് 1.50 ആണ് വരുന്നത് അല്ലേ? പ്ലസ് 1.50ന്റെ എവിടെയാണ് വരുന്നത്? ഈ എവിടെയാണ് വരുന്നത്? അതേതാണ് കറസ്പോണ്ടിങ്? അത് 5ലാണ് വരുന്നത് അല്ലേ? അത് 5 കിട്ടും. ദെൻ 3.50 3.50 എവിടെ കിട്ടും? 3.50ന്റെ എവിടെയാണ് വരുന്നത്? നമുക്ക് 7ലാണ് വരിക അല്ലേ? 3.50ന്റെ എവിടെ വരും? 7ൽ വരും. ഈ ഒരു 2.50 ഏത് ലെവലിലാണ് വരുന്നത്? ഇത് 6ന്റെ ലെവലിലാണ് വരുന്നത് അല്ലേ? അങ്ങനെ 6 അങ്ങനെ ഓരോ ലെവലും നമുക്ക് എഴുതാം. ദെൻ നമുക്കറിയാം 2ന്റെ കറസ്പോണ്ടിങ് ബൈനറി എത്രയാണ്? അത് 010 ആണ് അല്ലേ? 5ൻ്റെത് 101 ആണ്, 7ൻ്റെത് 111 ആണ്, ദെൻ 6ൻ്റെത് 110, ദെൻ 2ൻ്റെത് 010, 1ൻ്റെത് 001, 2ൻ്റെത് 010, 2ൻ്റെത് 010. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ എൻകോഡഡ് വേർഡ് എഴുതുക. ദെൻ ലാസ്റ്റ് ഡെൽറ്റ മോഡുലേഷൻ. PCM is a very complex technique. നമുക്കറിയാം പൾസ് കോഡ് മോഡുലേഷൻ എന്താണ്? ഒരു കുറച്ച് കോംപ്ലക്സ് ടെക്നിക് ആണ്. നമ്പർ ഓഫ് അതർ ടെക്നിക്സ് ഹാസ് ബീൻ ഡെവലപ്ഡ് ടു റിഡ്യൂസ് ദി കോംപ്ലക്സിറ്റി ഓഫ് PCM. അപ്പോൾ ഒരുപാട് ടെക്നിക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു PCMന്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അതിലെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ആണത് ഡെൽറ്റ മോഡുലേഷൻ എന്നാൽ. PCM ഫൈൻഡ്സ് ദി വാല്യൂ ഓഫ് ദി സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ഫോർ ഈച്ച് സാമ്പിൾ. PCM എന്താ ചെയ്യുന്നത്? ഓരോ സാമ്പിളിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആണെന്ത് കണ്ടുപിടിക്കുന്നത്. എന്നാൽ DM എന്താ ചെയ്യുന്നത്? ഫൈൻഡ്സ് ദി ചേഞ്ച് ഫ്രം ദി പ്രീവിയസ് സാമ്പിൾ. അപ്പോൾ പ്രീവിയസ് സാമ്പിളിൽ നിന്നുള്ള ചേഞ്ച് ആണെന്ത് ഈ ഒരു DM കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഡെൽറ്റ മോഡുലേഷനിൽ ഡെൽറ്റ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഡെൽറ്റ എന്ന് പറഞ്ഞതാണ്, അതായത് സ്മോൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചേഞ്ചിനാണ് എന്താ പറയുക? ഡെൽറ്റ എന്ന് പറയാം. അത് നമ്മളൊരു ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു പോസിറ്റീവ് ചേഞ്ച് കാണാം അല്ലേ? അതായത് ഒരു പോസിറ്റീവ് അപ്പാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെ എന്താണ്? പോസിറ്റീവ് അപ്പാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ഡൗൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് എന്ത് ചെയ്യുക? നമ്മളിവിടെ ബൈനറി ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ 1 വെച്ച് റെക്കോർഡ് ചെയ്യും. ഇത് നോക്കാം, അതൊക്കെ അപ്പാണ് അല്ലേ? എവിടെയൊക്കെ വരുന്നത് എന്താണ്? ഇത് അപ്പാണ് അല്ലേ? എവിടെയൊക്കെ എന്താണ്? അപ്പ് വരും. അപ്പോൾ അപ്പ് വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യും? നമ്മൾ 1 വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ ഡൗൺ വരും അല്ലേ? ഇത് ഡൗൺ ആണ്. അപ്പോൾ ഈ ഡൗൺ ഒക്കെ വരുന്നിടത്ത് എന്ത് ചെയ്യും? നമ്മൾ 0 വെച്ച് പ്ലേസ് ചെയ്യും. ദെൻ ഇവിടെ ഇതേപോലെ തന്നെയാണ് ഇത് അവിടെയും കാണാൻ പറ്റുന്നില്ലേ? ഇതും മറ്റൊരു ഡൗൺ ആണ്. അതുകൊണ്ടാണ് ഇത് ഇവിടെ 0 വെച്ച് പ്ലേസ് ചെയ്തത്. ദെൻ അടുത്ത ഇത് രണ്ടും അപ്പാണ് വരുന്നത്. അപ്പ് നമ്മൾ എന്ത് ചെയ്യും? 1 വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഡെൽറ്റ മോഡുലേഷനിൽ ചെയ്യുക. അപ്പോൾ
അപ്പ് വരുന്നതിനൊക്കെ 1 വെച്ച് റെക്കോർഡ് ചെയ്യും. ഡൗൺ വരുന്നതിനൊക്കെ അതായത് നെഗറ്റീവ് ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ 1 വെച്ച് റെക്കോർഡ് ചെയ്യും. ഡെൽറ്റ നെഗറ്റീവ് ആണെങ്കിൽ 0 വെച്ച് റെക്കോർഡ് ചെയ്യും.